എല്ലാവർക്കും മിനീസ് മിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടാകും. പലതരത്തിലുള്ള കട്ട്ലേറ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്, നൂഡിൽസ് കട്ട്ലേറ്റ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഗസ്റ്റൊക്കെ വന്നാൽ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇതിൽ അടങ്ങിയതുകൊണ്ട്, നൂഡിൽസും കൂടെ അടങ്ങിയതുകൊണ്ട് കുട്ടികൾ ഇത് കഴിക്കാതിരിക്കില്ല. വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നൂഡിൽസ് കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഈ നൂഡിൽസ് നമുക്ക് ചെറിയ ചെറിയ തരികളായി ഇങ്ങനെ പൊടിച്ചതിലേക്കിടാം. ഇനി ഇതിനെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇത് നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള 2 ടേബിൾ സ്പൂൺ, ബീൻസ് 2 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ, കാബേജ് 2 ടേബിൾ സ്പൂൺ, ബീട്രൂട്ട് 2 ടേബിൾ സ്പൂൺ. നന്നായി ഇളക്കുക ഇതിനെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. അതിനുശേഷം നൂഡിൽസ് മസാല പൗഡർ 1 പാക്കറ്റ് ഇതിൻ്റെ കൂടെ ചേർത്തിളക്കുക. അതിനുശേഷം 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ചേർത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നന്നായി ഉടച്ച് എടുത്ത് എല്ലാം കൂടെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് ഇതൊരു 10 മിനിറ്റ് ഇത് നമുക്ക് ഒന്ന് തണിയാൻ വയ്ക്കാം. തണിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിനെ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിൻ്റെ കോട്ടിങ്ങിന് നൂഡിൽസ് ഇങ്ങനെ പൊടിച്ചെടുക്കണം. കട്ട്ലേറ്റ് ആക്കുമ്പോൾ കോട്ടിങ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നൂഡിൽസ് തരിതരിയായി ഇങ്ങനെ പൊടിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടത് നൂഡിൽസ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചു. നമുക്കിനി അടുത്തതായി വേണ്ടത് മൈദ മാവാണ്. തണുത്തിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ നല്ല ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾക്കിതിനെ മൈദ മാവിൽ മുക്കിയെടുക്കാം. അല്ലെങ്കിൽ മൈദ മാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള യൂസ് ചെയ്യാം. അടുത്തതായി നമുക്കിതിനെ വറുത്തെടുക്കാം. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കട്ട്ലേറ്റിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കാം.